നമസ്കാരം. എഴുത്തിന്റെയും വായനയുടെയും ലോകം അത് വളരെ വൈവിധ്യമേറിയതാണ്, വളരെ സങ്കീർണവുമാണ്. എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. അത് എഴുതാൻ, കവിത എഴുതാനായാലും കഥ എഴുതാനായാലും നോവൽ എഴുതാനായാലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ചില സിദ്ധികൾ ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ അതെല്ലാം രചിച്ച് സമർപ്പിക്കാൻ സാധിക്കും. വായനക്കാർക്ക്, അനുവാചകർക്ക് നൽകാനായിട്ട് അത് സാധിക്കും. പഴയ കാലത്ത് ഇങ്ങനെ കടലാസിൽ എഴുതുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി. നേരെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത്, ഇതുപോലെ ടൈപ്പ് ചെയ്ത് എഴുത്ത് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു കാലം. എഴുതാതെ നേരെ ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്യുന്ന, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് രേഖയാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കവിതയായാലും കഥയായാലും രചിച്ചാൽ അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ പ്രസാധകരുടെ സഹായം വേണം. പ്രസാധകർ വളരെ ഭീമമായ ഒരു തുകയാണ് ഓരോ പുസ്തകവും പ്രസിദ്ധീകരിക്കാൻ എഴുത്തുകാരിൽ നിന്ന് ഈടാക്കുന്നത്. പുതുതലമുറയിൽപ്പെട്ട പുതിയ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഭീമമായ നിരക്കാണ് എല്ലാ പ്രസാധകരും ഈടാക്കുന്നത്. 200 പേജോളം വരുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ 50,000 60,000 ഒക്കെ രൂപ വാങ്ങുന്ന പ്രസാധകരുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭീമമായ ചെലവ് സഹിച്ചുകൊണ്ട് എഴുത്തുകാരനെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുത്തുകാരൻ സ്വന്തം നിലയിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. കവിതയായാലും കഥയായാലും നോവലായാലും അനുഭവങ്ങളൊക്കെ ആയാലും തന്നെ എഴുത്ത് തുടരട്ടെ, സ്വന്തം നിലയിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഒരു ഹാർഡ് കോപ്പിയായി പുസ്തകമായി കയ്യിൽ കിട്ടുന്ന രീതിയിൽ, ഇതുപോലൊരു പുസ്തകമായി കയ്യിൽ കിട്ടുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാനായിട്ട്, അതിനു പുറമെ കിൻഡലിൽ ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കും. ഇപ്പോഴത്തെ കാലത്ത് വലിയ വിഭാഗം ആളുകളും ബുക്കാണ് വായിക്കുന്നത്. കിൻഡൽ പോലുള്ള ആമസോണിൽ നിന്ന് ലഭിക്കുന്ന കിൻഡൽ പോലുള്ള ഡിവൈസുകളിലൂടെ ബുക്കുകൾ ധാരാളം ലഭിക്കും. വിലയാണെങ്കിൽ കുറവ്. ഒരുപാട് സ്ഥലം ബുക്കുകൾക്കായി നീക്കിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ബുക്കുകൾ വഴി വില കുറവാണ്. ബുക്കുകൾ വഴി ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട്. ഈ കിൻഡലിൽ എങ്ങനെ ബുക്ക് പ്രസിദ്ധീകരിക്കാം? കമ്പ്യൂട്ടർ അത്യാവശ്യം അറിയാവുന്ന ആളുകൾക്കെല്ലാം ബുക്ക് പ്രസിദ്ധീകരിക്കാൻ, കിൻഡലിൽ ബുക്ക് പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ ബുക്കുകൾക്ക് വഴിമാറിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറികൾ ഓൺലൈൻ ലൈബ്രറികളായി മാറി. ആമസോണിന്റെ കിൻഡലിലൂടെ നമുക്കും ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാം. ഇന്റർനെറ്റിൽ കിൻഡൽ ഡയറക്റ്റ് പബ്ലിഷിംഗ് എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് കിൻഡലിൽ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നത്. കിൻഡലിലൂടെ മലയാളം പുസ്തകവും പ്രസിദ്ധീകരിക്കാം. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന ട്യൂട്ടോറിയൽ, മാർഗനിർദ്ദേശങ്ങൾ എല്ലാം ഈ വെബ്സൈറ്റിലുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ വായിച്ച ശേഷം നമ്മുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ബുക്ക് ഷെൽഫ് എന്ന പച്ച നിറമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിയേറ്റ്, മാനേജ്, പബ്ലിഷ് എന്ന വിൻഡോയിലെ ക്രിയേറ്റ് എന്ന മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കിൻഡലിൻ്റെ ചോദ്യാവലിയിലേക്ക് പ്രവേശിക്കുകയായി. ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്താലും ബുക്ക് ടൈറ്റിൽ, പുസ്തകത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ വേണം ടൈപ്പ് ചെയ്യാൻ. പുസ്തകത്തിൻ്റെ വിശേഷണങ്ങളെല്ലാം ചേർത്ത ശേഷം പുസ്തകം അപ്ലോഡ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേഡ് ഫയലുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാനാകൂ. ടൈപ്പിറ്റ് ഫയലിലെ മാറ്റർ Ctrl+U കൊടുത്ത് യൂണിക്കോഡാക്കി മാറ്റി മൈക്രോസോഫ്റ്റ് വേഡിലേക്ക് പേസ്റ്റ് ചെയ്ത് ഓരോ അധ്യായവും നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകണം. ചിത്രങ്ങളും ചേർക്കാം. രണ്ടാം ഘട്ടമായ കിൻഡൽ ബുക്ക് കണ്ടന്റ് എന്ന ഭാഗത്തിലെത്തുമ്പോഴാണ് അധ്യായങ്ങൾ ക്രമമനുസരിച്ച് അപ്ലോഡ് ചെയ്യേണ്ടത്. പുസ്തകത്തിൻ്റെ അധ്യായങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം പുസ്തകത്തിൻ്റെ കവർ പേജ് അപ്ലോഡ് ചെയ്യാം. കവർ പേജ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കുന്നതാകും ഉചിതം. കവർ പേജ് സ്വതന്ത്രമായി തയ്യാറാക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. തുടർന്ന് ഗ്രന്ഥകാരന്റെ വിവരങ്ങൾ ചേർക്കാനുള്ള കോളങ്ങളാണ്. ബാങ്ക് അക്കൗണ്ടിന്റെയും പാൻ കാർഡിന്റെയും വിശദാംശങ്ങൾ ചേർക്കണം. കിൻഡൽ ബുക്ക് ആക്ടിവേറ്റ് ആകാൻ 3 ദിവസം കാത്തിരിക്കണം.